ഗായ്സ്, നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് കുറച്ച് ഡേ ഇൻ മൈ ലൈഫ് ആണോ എന്നൊക്കെ ചോദിച്ചാൽ ഏകദേശം അതുപോലൊക്കെ തന്നെയാണ് കേട്ടോ. കുറേ ദിവസമായി നമ്മൾ വീഡിയോസുകളും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചു നമ്മുടെ ഇന്നത്തെ കുറേ കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ടൊന്ന് പങ്കുവയ്ക്കാമെന്ന്. അതുപോലെ ഇന്ന് വേറൊരു പരിപാടിയുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ ഇല്ലോ എന്ന് എനിക്കറിയില്ല. നമുക്ക് വേറെ കുറച്ച് വസ്തുവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാടൊക്കെ പിടിച്ച് ഇങ്ങനെ വൃത്തികേടായിട്ട് കിടക്കുകയാണ് കേട്ടോ. ഒരുപാട് നാളായി അവിടുത്തെ ആ ഒരു കാടും പടലും ഒക്കെ നമ്മൾ വെട്ടിക്കളഞ്ഞിട്ട് നല്ല രീതിയിൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കാടൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. നമ്മളെല്ലാവരും കൂടി ചേർന്നിട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ വീട്ടിൽ നിന്ന് പത്തനാപുരത്ത് നിന്ന് പപ്പയും മമ്മിയും കൂടി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. രാവിലെ തന്നെ അവർ വരാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരോടും കൂടി ഒരു രസമല്ലേ, അങ്ങനെ എല്ലാവരും കൂടി ചെയ്യുവാണേ. അപ്പോൾ രാവിലെ അവർ വരുന്നത് കൊണ്ട് രാവിലെ തന്നെ നമ്മൾ അടുക്കളയിൽ കയറിയിട്ട് നമ്മുടെ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി പെട്ടെന്ന് ഒതുക്കി കഴിഞ്ഞാൽ നമുക്ക് നേരെ അങ്ങോട്ട് പോവാമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ രാവിലെ തന്നെ അടുക്കളയിൽ കയറിയിട്ടുണ്ടായിരുന്നു. കുറേ ജോലികളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ആലോചിച്ചത് എന്നാൽ ചെറുതായിട്ടൊക്കെ ഒന്ന് വീഡിയോ എടുത്ത് തുടങ്ങാമെന്ന്. അങ്ങനെ ഈ ഒരു പരിപാടിയുടെ ഇടയ്ക്കൂടെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. ഞാൻ വീഡിയോസുകളൊക്കെ എടുത്ത് പൊയ്ക്കൊണ്ടിരുന്നതാണേ. നമ്മളിപ്പോൾ രാവിലെ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് മത്തങ്ങയൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ രാവിലെ പോയി കേട്ടോ, കുറേ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. കുറേ സാധനങ്ങളൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് ഉച്ചയൊക്കെ കഴിഞ്ഞ് വാങ്ങിക്കാൻ പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ഇവരും കൂടെയൊക്കെ വരുന്നുണ്ടല്ലോ എന്നറിഞ്ഞപ്പോൾ രാവിലെ പോയിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 7:45 ആയപ്പോഴത്തേക്ക് ഞാൻ കടയിൽ പോയിട്ട് നമ്മുടെ അടുത്തൊരു രാവിലെ തുറക്കുന്ന ഒരു കടയുണ്ട്. അങ്ങനെ ആ ഒരു കടയിൽ പോയിട്ട് ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കിയപ്പോൾ നല്ല ഫ്രഷ് മത്തങ്ങ ഇരിപ്പുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ ഈ മത്തങ്ങയിൽ പയറൊക്കെ ഇട്ട് വെക്കുന്ന കറി ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് മാത്രമല്ല കേട്ടോ, കിച്ചൂസിനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതാവുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഒരുപോലെ പൊയ്ക്കോളല്ലേ, എന്നും അങ്ങ് മോരും സാമ്പാറും ഒക്കെ അല്ലേ. അപ്പോൾ ഇടയ്ക്കൊക്കെ ഞാനാണെങ്കിൽ ഇങ്ങനത്തെ ഒരു കറിയും കൂടെ ഒക്കെ വെക്കാറുണ്ട് കേട്ടോ. അങ്ങനെ രാവിലെ ഞാൻ അവിടെ പോയിട്ട് സാധനങ്ങൾ വാങ്ങിച്ചപ്പോൾ ഈ ഒരു മത്തങ്ങ ഉണ്ടപ്പോൾ ഞാൻ കുറച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. വളരെ കുറച്ചേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇന്നത്തേക്കുള്ള കറിക്ക് വേണ്ടിയിട്ടുള്ളതേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളേ. അങ്ങനെ അതൊക്കെ ഒന്ന് എടുത്ത് അരിഞ്ഞു പയറൊക്കെ ആയിട്ട് കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അതങ്ങനെ അവിടെ ഇരുന്ന് വേവുന്നുണ്ടായിരുന്നു. പിന്നെ രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ ഞാൻ ചായയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഇഡ്ഡലിക്കുള്ളത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇഡ്ഡലിയുടെ മാവൊക്കെ കോരി ഒഴിച്ചു. മാവിൽ അങ്ങനെ ഇഡ്ഡലിയൊക്കെ ആയിക്കൊണ്ടേ ഇരിക്കുന്നു. പിന്നെ ഇതിനിടയ്ക്കൂടെ സാമ്പാറും ചമ്മന്തിയും കൂടി ഉണ്ടാക്കാനുള്ള സമയമോ കാര്യങ്ങളോ ഒന്നും നമുക്കില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ കുറച്ച് ചമ്മന്തി അരയ്ക്കാമെന്ന് വെച്ചിട്ട് തേങ്ങയൊക്കെ ഒന്ന് തിരികെ എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിനോട് ഇടയ്ക്കൂടെ പപ്പ ബീഫൊക്കെ വാങ്ങിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഒരു പ്ലാനിങ് എന്ന് വെച്ചാൽ ബീഫ് കറിയും പിന്നെ നമ്മുടെ ആ ഒരു മത്തങ്ങ കറിയും ചീനിയും കൂടെ വേവിക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ. അങ്ങനെ മമ്മി രാവിലെ ചീനിയൊക്കെ റെഡിയാക്കി അരിഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്പുറത്തെ ഒരു അടുപ്പിലോട്ട് ഞാൻ ചീനിയും വെച്ചിട്ടുണ്ട്, അതവിടെ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് ചീനി പുഴുങ്ങിയതും, അതായത് പുഴുക്കാക്കത്തില്ലേ, ആ ഒരു പുഴുങ്ങിയതും പിന്നെ ചമ്മന്തി നമ്മുടെ ഉള്ളിയൊക്കെ ഇങ്ങനെ ഇട്ട് ചതച്ചെടുത്തിട്ട് തൈരൊക്കെ ചേർത്തിട്ടുള്ളൊരു ചമ്മന്തി ഉണ്ടാക്കുമല്ലോ, ആ ഒരു ചമ്മന്തിയും കൂടെയാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇഡ്ഡലിക്കുള്ളൊരു ചമ്മന്തിക്കറിയാണ് ഞാനിപ്പോൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് തേങ്ങ തിരികിയത്. പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ എടുത്തിട്ടതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി മാറ്റി എടുക്കുന്നുണ്ട്. ഇങ്ങനെ പാത്രങ്ങൾ കൂട്ടി ഇട്ടിരുന്നാൽ എനിക്ക് തന്നെ ആകുമല്ലോ പണി. അതുകൊണ്ട് ഞാൻ ആ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി എടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ ചീനിയൊക്കെ ഏകദേശം ആയിട്ടുണ്ടായിരുന്നു. അതുപോലെ രാവിലെ കുറച്ച് കുഞ്ഞുള്ളി ഇരിപ്പുണ്ടായിരുന്നുള്ളൂ, ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല അത് തീർന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. പിന്നെ ഞാൻ പോയി വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ ആ ഉണ്ടായിരുന്നൊരു കുഞ്ഞുള്ളി ഞാൻ രാവിലെ ചായയൊക്കെ തിളയ്ക്കുന്ന ഒരു സമയം കൊണ്ട് ഉണ്ടായിരുന്നത് ഞാൻ കുറച്ചൊന്ന് പൊളിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ ആ ഒരു കപ്പപ്പുഴുക്കിൻ്റെ കൂടെ ചമ്മന്തി ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ പൊളിച്ച് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ എന്തായാലും ഇപ്പോഴും ഈ ഒരു ചമ്മന്തിക്കറിയും കൂടെ ആയപ്പോഴത്തേക്കും അതൊരു കാര്യമായി കേട്ടോ. അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് പൊളിക്കേണ്ടി വന്നില്ല. അപ്പോൾ ഞാനത് വെള്ളത്തിനകത്ത് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്തൊന്നും കൂടി കുറച്ച് ഇതിനകത്തോട്ട് ഇട്ടിട്ട് ഞാൻ ആ ഒരു ചമ്മന്തി ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഇഡ്ഡലി അപ്പോഴത്തേക്ക് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇനി ചമ്മന്തി റെഡിയാക്കാനുള്ളൊരു പരിപാടിയാണ്. ഇതിനിടയ്ക്ക് ഒരു ട്വിസ്റ്റ് ഉണ്ടായി കേട്ടോ. ഞാൻ എന്തെങ്കിലും ഒരു അരപ്പോ കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഉപ്പ് ഞാൻ ഇട്ടങ്ങ് അരയ്ക്കാറാണ് പതിവ് കേട്ടോ. എല്ലാ അരപ്പുകളെല്ലാം അരച്ച് തന്നെ അങ്ങനെയാണ് ചേർക്കാറുള്ളത്. അങ്ങനെ ഞാനിതൊക്കെ കടുവൊക്കെ പൊട്ടിച്ചിട്ട് നമ്മുടെ ചമ്മന്തിക്കറിയൊക്കെ അയക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്കുണ്ടല്ലോ, ഞാൻ എന്തോ ഒരു ആവശ്യത്തിന് അപ്പുറത്തോട്ട് പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഇവിടെ മമ്മി കയറി വീണ്ടും ഉപ്പിട്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ചമ്മന്തിക്കറി വേസ്റ്റായി എന്ന് തന്നെ പറയാം കേട്ടോ. ഏകദേശം മമ്മി ശ്രദ്ധിച്ചില്ല, മമ്മി ഉപ്പ് നോക്കാതെ തന്നെ ഉപ്പിട്ടു. ഇവിടെ മമ്മിയൊക്കെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ലാസ്റ്റ് നിമിഷത്തിൽ ഉപ്പിടാറുള്ളൂ. പക്ഷെ ഞാൻ അങ്ങനെയല്ല, അരപ്പാക്കുന്ന സമയം തന്നെ ഉപ്പെടുക്കാറുണ്ട്. അതുകൊണ്ട് ഉപ്പ് കൂടിപ്പോയിട്ട് ചമ്മന്തിക്കറി ഏകദേശം കുളമായിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ വെളിച്ചെണ്ണ മണത്ത് നോക്കുന്നത് എന്താണെന്നറിയോ, രാവിലെ സാധനം വാങ്ങിക്കാൻ പോയപ്പോൾ ഞാൻ ഈ ഒരു കുപ്പി വെളിച്ചെണ്ണ വാങ്ങിച്ചു. വെളിച്ചെണ്ണ ഇവിടെ ഇരിപ്പുണ്ട്, എന്നാലും
ഈ ഒരു വെളിച്ചെണ്ണ എന്ന് പറയുന്നത് നമ്മുടെ ആട്ട് വെളിച്ചെണ്ണയില്ലേ, ആ ആട്ട് വെളിച്ചെണ്ണയുടെ ആ ഒരു ഇതാണ്. നല്ല മണം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിന് സത്യത്തിൽ നല്ല വിലയുള്ളതാണ്, അതുകൊണ്ട് അധികമൊന്നും ആരും മേടിക്കാറില്ല. ഞാനും അങ്ങനെയൊന്നും വാങ്ങിക്കാറില്ല കേട്ടോ. പക്ഷേ ഇന്നെന്തോ അത് വാങ്ങിക്കണമെന്ന് തോന്നി. അങ്ങനെ ഞാനൊരു ചെറിയ അരയുടെ ഒരു ബോട്ടിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതാകുമ്പോൾ കറിക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഈ ഒരു ആട്ട് വെളിച്ചെണ്ണയൊക്കെ വെച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഒരു ടേസ്റ്റാണ്. പണ്ടൊക്കെ നമ്മുടെ ഈ വീട്ടിലാണെങ്കിൽ ഇഷ്ടംപോലെ തേങ്ങയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. ഇപ്പോൾ തെങ്ങ് കൊടുത്തു എന്നല്ല, തെങ്ങൊക്കെ മുറിച്ച് കളഞ്ഞു പണ്ടൊക്കെ. അതായത് ഇവിടെ എബിശാൻ്റെയൊക്കെ സമയങ്ങളിൽ, കുഞ്ഞുനാളിലൊക്കെ കേട്ടോ. അങ്ങനെ നമ്മുടെ അടുക്കളയിലെ പണിയൊക്കെ കഴിഞ്ഞതേ ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കൊണ്ട് വന്നതാണ്. അപ്പോഴത്തേക്കും മമ്മിയൊക്കെ അവിടെ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഏകദേശമൊക്കെ ഒരുവിധമൊക്കെ കാടൊക്കെ വെട്ടിത്തെളിച്ചു. ഇതാണ് കേട്ടോ നമ്മുടെ ഒരു പറമ്പെന്ന് പറയുന്നത്. നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 10-12 മിനിറ്റോളം ഉണ്ട് നമ്മുടെ ആ ഒരു പറമ്പിലോട്ട് പോകാനെ കൊണ്ട്. അങ്ങനെ ഞാൻ നമ്മുടെ ആ ഓപ്പോസിറ്റ് കാണുന്ന വീട്ടിൽ പോയിട്ട് വെള്ളം എടുത്തിട്ട് വരികയാണ്. വെള്ളം എടുക്കാൻ വേണ്ടി പോയി. ഇനി വെള്ളവും കൂടെ നമ്മുടെ വീട്ടിൽ നിന്ന് ചുമന്ന് അവിടെ വരെ കൊണ്ടുപോകണ്ടാലോ എന്ന് വെച്ചിട്ട് ആ വീട്ടിൽ പോയിട്ട് നമ്മൾ വെള്ളം എടുത്തിട്ട് വന്നത്. ഇതാണ് കേട്ടോ നമ്മുടെ ഒരു പറമ്പ്. ഈ ഒരു കോലത്തിലാണ് ഇവിടെ കിടക്കുന്നത്. ആൾതാമസം ഇല്ല എത്ത ഏരിയ പോലെയാണ് കിടക്കുന്നത്. കാരണം നമ്മൾ അങ്ങനെ ഇങ്ങനെയൊന്നും ഇങ്ങോട്ടൊന്നും വരാറില്ല. 3-4 തെങ്ങൊക്കെ നിൽപ്പുണ്ട്. നമുക്ക് തേങ്ങയുടെ ഒരു ആവശ്യം വരുമ്പോൾ മാത്രമേ ഞങ്ങൾ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാറുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഇവിടെ അങ്ങനെ വേറെ വീടോ അല്ലെങ്കിൽ കൃഷികളോ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഇങ്ങോട്ടൊന്നും തിരിഞ്ഞു നോക്കാത്തത്. ഇതിപ്പോൾ കുറേ ആയിട്ട് ഇങ്ങനെ കാട് കയറി കിടക്കുന്നു. അപ്പം ഞാൻ നോക്കുകയാണ് കേട്ടോ തെങ്ങിൽ തേങ്ങ ഉണ്ടോയെന്ന്. കഴിഞ്ഞ മാസമല്ല, ഒരു 1.5 മാസത്തോളമായി നമ്മളിപ്പം തേങ്ങയൊക്കെ അതിനകത്തുനിന്ന് അടർത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം നോക്കിയപ്പോൾ ഏകദേശം ഒരു 10-12 തേങ്ങയ്ക്കും വേണ്ടി എല്ലാത്തിലൂടെ കിടപ്പുണ്ട് കേട്ടോ. അങ്ങനെ പപ്പയും മമ്മിയും കൂടെ സൈഡായി ഫുഡ് കഴിക്കാൻ പോവുകയാണ്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, കപ്പ പുഴുങ്ങിയതും നമ്മുടെ ചമ്മന്തി ഉണ്ടായിരുന്നു, പിന്നെ ചായയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നേ. പിന്നെ പറയാൻ മറന്നുപോയി, നമ്മുടെ സിമിച്ചി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ സിമിച്ചി മെനഞ്ഞാന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ ഞാനും കൂടെ ആണേ ഫുഡും കൊണ്ട് വന്നത്. അപ്പോൾ അവളാണ് കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത്. അങ്ങനെ ഫുഡൊക്കെ കൊടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുന്നു. മമ്മി ഇതിനിടയ്ക്കൂടെ ഹായ് പറയുന്നുണ്ട്. അങ്ങനെ ഞാൻ രാവിലെ ഇഡ്ഡലി കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞാൻ വിചാരിച്ചു ഇവിടെ വന്നിട്ട് ഇവരെയൊക്കെ കൂടി ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മമ്മിയുടെ കൂടെ ഞാനും കഴിച്ചു തുടങ്ങി. പിന്നെ സിമിച്ചിയും കൂടെ വന്നിരുന്നിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഏകദേശമൊക്കെ പപ്പയ്ക്ക് രാവിലെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിക്കുന്നത് ഭയങ്കര പാടാണ് കേട്ടോ. പിന്നെ മമ്മിയെ പറഞ്ഞത് കപ്പ മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ കപ്പയാക്കിയത്. ഇഡ്ഡലി വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഏകദേശമൊക്കെ കുറേയൊക്കെ ഇങ്ങനെ വെട്ടിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു നമ്മുടെ പിന്നെ വട്ടയുടെ കമ്പും പിന്നെ ഇങ്ങനെയുള്ള ഇതിങ്ങനെ കുറേ നിൽപ്പുണ്ട്. ചെറിയ ചെറിയ റബ്ബറിൻ്റെ വലിയ തടികളൊക്കെ ആയിട്ട് ഇങ്ങനെയൊക്കെ നിൽപ്പുണ്ടായിരുന്നു. അതൊക്കെ ഇങ്ങനെ വെട്ടിയിട്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെല്ലാം കൂടെ ഒരിടത്തോട്ടൊക്കെ കൂട്ടിയിട്ടാൽ ഒരു 2-3 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇത് കുറേയൊക്കെ ഉണങ്ങുമല്ലോ. ഉണങ്ങുന്ന സമയത്ത് വന്ന് ഒന്ന് തീയിട്ടൊക്കെ കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഏകദേശമൊക്കെ ഒന്ന് ക്ലിയർ ആവും. ഞാൻ സത്യം പറഞ്ഞാൽ JCB ഏൽപ്പിച്ചതാണ് കേട്ടോ. ഇത് മൊത്തത്തിൽ മണ്ണൊക്കെ എടുത്തൊന്ന് കിളച്ചൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഇപ്പോഴേ വീട് പണിയോ കാര്യങ്ങളൊന്നും നോക്കുന്നില്ല. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ വീണ്ടും JCB വിളിക്കേണ്ടി വരും. കാരണം എന്ന് വെച്ചാൽ ഇത് 2 തട്ട് ഭൂമിയായിട്ട് കിടക്കുകയാണ്. നമുക്ക് ഫ്രണ്ട് സൈഡിൽ മെയിൻ റോഡ് തന്നെ കേട്ടോ. ആ റോഡിനോട് ചേർന്ന് തന്നെയാണ് നമുക്ക് ആ ഒരു വസ്തു കിടക്കുന്നത്. പക്ഷെ ബാക്കിലോട്ട് വരുമ്പോഴത്തേക്ക് ഏകദേശം നല്ലോണം ടിപ്പറിന് മണ്ണടിച്ചിട്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ഭൂമി മേളത്തെ ആ ഒരു വസ്തുവിനോട് ചേർത്ത് തറനിരപ്പിലാക്കി എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇപ്പം ഇങ്ങനെ ഞാൻ ഈ ഒരു കാടൊക്കെ പോക്കി മണ്ണൊക്കെ കിളച്ചിട്ടാൽ നമുക്ക് വീട് പണിയുന്ന സമയത്ത് വീണ്ടും അത് ഇരട്ടി പണിയാവും. അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാവരും കൂടെ ഞാനിങ്ങനെ വീട്ടിൽ വിളിച്ച് മമ്മിയോട് പറഞ്ഞപ്പോൾ മമ്മി പറഞ്ഞു ഇപ്പം അത് ചെയ്യണ്ട, നമുക്കെല്ലാവർക്കും കൂടി ചേർന്നിട്ട് നമുക്കെല്ലാവർക്കും കൂടി വൃത്തിയാക്കാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ ക്യാൻസൽ ചെയ്തു കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ JCB ഏൽപ്പിച്ചതായിരുന്നു ചെയ്യാനെ കൊണ്ട്. ഞാനത് ക്യാൻസൽ ചെയ്തു. പിന്നെ ഞാനിപ്പോൾ ആലോചിക്കുക അത് ക്യാൻസൽ ചെയ്ത് നന്നായിരുന്നു. കാരണം എല്ലാവരും കൂടെ ഒക്കെ ചെയ്യുമ്പോൾ നല്ല രസം ഉണ്ടായിരുന്നേ. അങ്ങനെ പപ്പ ഇതെല്ലാം ഇങ്ങനെ വെട്ടിമുറിച്ചൊക്കെ ഇട്ട് തന്നു. ഞാനതെല്ലാം ഇങ്ങനെ ഒരു സൈഡിലോട്ടൊക്കെ കൂട്ടുകയാണ് കേട്ടോ. കൂട്ടിയിട്ടപ്പോഴത്തേക്ക് കുറച്ച് ചെയ്തപ്പോൾ തന്നെ ഞാൻ ഏകദേശം ഒരു പരുവമായി. പിന്നെ പപ്പയും മമ്മിയൊക്കെ എന്ത് പറഞ്ഞാൽ പറ്റുമെന്ന് ഞാനിങ്ങനെ ചിന്തിച്ചേ. കാരണം രാവിലെ അവർ ഏകദേശം ഒരു 7-7:45-8 മണിക്കൊക്കെ ആയപ്പോഴത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നേരെ വീട്ടിൽ വന്ന് അവിടുന്ന് പെട്ടെന്ന് തന്നെ നമ്മുടെ പറമ്പിലോട്ട് വന്നിട്ട് തുടങ്ങിയ പണിയാണ്. ഇപ്പോൾ ഏകദേശം ഒരു 10-11:30 ഇപ്പോഴത്തേക്ക് ഈ ഒരു സമയമായപ്പം തന്നെ പകുതിയോളം പപ്പ ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ.
പിന്നെ അങ്ങ് ഒരുപാട് പോച്ചയോ അങ്ങനെയൊന്നുമില്ല, നമുക്ക് ചെത്തിയെടുക്കാനൊക്കെ ഉണ്ട്. ഈ ഒരു കാടായിരുന്നു മെയിനായിട്ട്, ഒരാൾ കയറി നിന്നാൽ പോലും അറിയാൻ വയ്യാത്ത രീതിയിൽ കാടായിരുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, നമ്മൾ ഇങ്ങോട്ടൊന്നും അങ്ങനെ വരാറില്ല. അത് വാങ്ങിച്ചിട്ടു അങ്ങനെ അവിടെ കിടക്കുന്നു. പിന്നെ ഈ ഒരു ഭാഗത്തോട്ടേ വന്നിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ വാങ്ങിച്ച സമയത്ത് ഈ സൈഡിൽ മതിലോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അത് വാങ്ങിച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ ഏരിയ തിരിച്ച് ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്തുകൊണ്ട് ചെറിയ പൊക്കി കെട്ടിയിട്ടില്ല, പക്ഷെ നമ്മുടെ ആ ഒരു ഏരിയ തിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് അന്ന് അങ്ങനെ ചെയ്ത് നിർത്തി. പിന്നെ നമ്മളൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല, നമ്മളൊക്കെ പുറത്തായിരുന്നു. പിന്നെ ഇപ്പോൾ വന്നപ്പോൾ ഞാനിങ്ങനെ വല്ലപ്പോഴും ഒക്കെ ഒന്ന് ഇടയ്ക്ക് നോക്കുന്നതിനിടയ്ക്ക് വന്ന് നോക്കിയപ്പോഴത്തേക്ക് ഒരുപാട് കാടൊക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ടെൻഷനായി. കാരണം എന്ന് വെച്ചാൽ അടുത്തൊക്കെ ഒരുപാട് വീടുകളൊക്കെ ഉള്ളതാണ്. അപ്പോൾ നമുക്കിങ്ങനെ കാടുകൾ കയറി കിടക്കുമ്പോഴത്തേക്ക് അവർക്കതൊരു ബുദ്ധിമുട്ടും കൂടി ആയാലോ എന്ന് വെച്ചിട്ടാണ് ഞാനതൊന്ന് വൃത്തിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ JCB സത്യം പറഞ്ഞാൽ ഏൽപ്പിച്ചത്. എന്തായാലും അതിൻ്റെ ആവശ്യം വേണ്ടി വന്നില്ല, കാടൊക്കെ ഒന്ന് തെളിച്ചാൽ മതിയല്ലോ എന്ന് ഓർത്തിട്ട് ഞങ്ങളെല്ലാവരും കൂടി ചെയ്യുകയാണ് കേട്ടോ. പിന്നെ നമുക്ക് കുറേ വട്ടയൊക്കെ നിൽപ്പുണ്ടായിരുന്നു, നമ്മൾ അതൊന്നും മുറിച്ച് മാറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഒരു 2 വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്ക് അത് ഏകദേശമൊക്കെ ഒരു ചെറിയ രീതിയിലെങ്കിലും ഇച്ചിരി വലിപ്പമൊക്കെ വെക്കുമ്പോൾ നമുക്ക് ആ ഒരു ടൈമിൽ എന്തെങ്കിലും ചെയ്യാമെന്ന് വെച്ചിട്ട് ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞിട്ടില്ലേ, പപ്പയ്ക്ക് തടിയുടെ ബിസിനസ് ആയതുകൊണ്ട് ആ ഒരു സമയത്ത് എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് നമ്മളത് മുറിക്കാതെ വിട്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മളിത് ആ ഒരു താഴെ ആ ഒരു മതിലിൻ്റെ സൈഡ് ഉണ്ട്, ആ ഒരു അവിടം വരെയാണ് നമുക്ക് ഈ വസ്തു ഉള്ളത്. റോഡിൽ നിന്ന് അവിടം വരെ വസ്തു ഉണ്ട്. നമ്മളിത് വീട് വയ്ക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ച വസ്തുവാണ് കേട്ടോ. എന്തെങ്കിലും ഒരു കാലത്ത് നമുക്കൊരു വീടൊക്കെ വെക്കാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എത്രത്തോളം സക്സസ്ഫുൾ ആവും എന്നൊന്നും നമുക്കറിയില്ല, പക്ഷെ ഒരുപാട് ആഗ്രഹമുണ്ട് സ്വന്തമായിട്ടൊരു വീട് വെക്കണം എന്നുള്ളത്. ഭയങ്കര ഒരു ഡ്രീമാണ്. അപ്പോൾ എന്തെങ്കിലും സാധിക്കുമെന്ന് ഞാനും വിചാരിക്കുന്നു, പ്രതീക്ഷിക്കുന്നു, ഞങ്ങളെല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ വാങ്ങിച്ചതാണ് കേട്ടോ. ഒരുപാട് ആഗ്രഹിച്ച് വാങ്ങിച്ച ഒരു വസ്തുവാണ്. ഇനി അതുപോലെ തന്നെ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഒരു വീട് വേണമെന്നുള്ളത്. എന്തെങ്കിലും ഒരു കാലത്ത് സഫലമാകുമെന്ന് വിശ്വസിക്കുന്നത്. അങ്ങനെ നമ്മുടെ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ ഇവിടുന്ന് മമ്മി ആദ്യം വന്നിട്ടുണ്ടായിരുന്നില്ല, കാരണം ആ ഒരു സമയത്ത് വീട്ടിൽ മമ്മി കുക്കിംഗ് ഒക്കെ ആയിരുന്നു. പിന്നെ ഇതിന് ഇടയ്ക്കൂടെയൊക്കെ ഞാൻ ഒരുപാട് പ്രാവശ്യം വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നേ. ഞാൻ പറഞ്ഞില്ല, ഇവിടുന്ന് ഏകദേശം ഒരു 10-12 മിനിറ്റിനകത്തുണ്ട് നമുക്ക് വീട്ടിൽ പോകാനൊക്കെ ഉണ്ട്. ഞാൻ ഇതിനിടയ്ക്ക് ജ്യൂസ് എടുക്കാനും പിന്നെ ഈ ഒരു തൂമ്പയൊക്കെ എടുത്തുകൊണ്ട് വേറെ അടുത്തു നിന്നൊക്കെ എടുത്തുകൊണ്ട് വരാനും ഒക്കെ ആയിട്ട് 2-3 ട്രിപ്പായിട്ടൊക്കെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഈ കുറച്ച് സമയത്ത് കാണുന്നത് മാത്രമല്ല കേട്ടോ. രാവിലെ ഞാൻ പറഞ്ഞില്ലേ, ഒരു 8 മണിക്ക് തുടങ്ങി ഞങ്ങൾ ഏകദേശം ഒരു 2-3 മണി വരെ നമ്മൾ പറമ്പിലുണ്ടായിരുന്നു. അങ്ങനെ അത്രയും നേരമൊക്കെ അവിടെ നിന്ന് ചെയ്തത്. പിന്നെ ഈ ഒരു കട്ടുറുമ്പ് ശരിക്കും ഉണ്ട് കേട്ടോ, നമ്മളെ നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ കട്ടുറുമ്പൊക്കെ ഉണ്ടായതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ മമ്മി ഇങ്ങനെ ചെത്തിയിട്ടതൊക്കെ ഞാനൊരു സൈഡിലോട്ട് കൂട്ടിയെടുക്കുന്നുണ്ട്. അങ്ങനെ അവരെ മാത്രം ചെയ്യിപ്പിച്ചാൽ ശരിയല്ലല്ലോ. അങ്ങനെ ഞാനും കൂടി ഇറങ്ങി എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ചെയ്തു. ആ ഒരു കുന്താലിയും കൊണ്ടൊക്കെ വലിച്ചിടുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നമ്മൾ കൈ കൊണ്ടൊക്കെ വലിച്ചെടുക്കാൻ നിന്നാലും നമ്മളെ ഉറുമ്പ് നല്ല രീതിയിൽ ആക്രമിക്കുന്നത് കൊണ്ട് ഞാൻ ഇത് വെച്ചിട്ടാണ് കേട്ടോ ചെയ്തത്. ഇനി കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞ് ഒരു ഏകദേശം ഒരു 3-4 ദിവസം കൂടെ കഴിയുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ ഉണങ്ങും. ആ സമയത്ത് പോയി തീയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഏരിയ നല്ല വൃത്തിയായിക്കോളുവേ. പിന്നെ ഇഷ്ടംപോലെ കരിയിലുണ്ട് കേട്ടോ. അതിനിടയ്ക്കൂടൊക്കെ ചെറുതായിട്ടൊക്കെ പോച്ചയൊക്കെ നിൽപ്പുണ്ടായിരുന്നുള്ളൂ. പോച്ച അല്ലെങ്കിൽ പുല്ല് കേട്ടോ. അപ്പോൾ കുറേയൊക്കെ നിൽപ്പുണ്ടായിരുന്നു. പപ്പയപ്പോൾ ആ ഒരു സൈഡിലെല്ലാം നിന്ന് കാടൊക്കെ ഇങ്ങനെ വെട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ വസ്തുവിനോട് ചേർന്ന് അപ്പുറം എല്ലാ വസ്തുവിലെല്ലാം ശരിക്കും സത്യം പറഞ്ഞാൽ കാടുണ്ട്. പക്ഷേ ഇതുപോലൊരു കാട് അപ്പുറത്തും ഇപ്പുറത്തും ഒന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ ആ ഒരു വസ്തുവിലെല്ലാം റബ്ബറാണ്. അപ്പോൾ റബ്ബർ ആയതുകൊണ്ട് അവർക്ക് വെട്ടാൻ പോകുന്ന സമയത്ത് കാട് തെളിച്ചേ ഒക്കത്തുള്ളൂ. നമ്മൾ ചെന്ന സമയത്ത് ഒരു അങ്കിൾ അവിടെ നിന്ന് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി ഇങ്ങനെ ഓരോ ദിവസം ഓരോ മണിക്കൂർ വീതം ഇങ്ങനെ ചെത്തി കൊടുക്കും. അതാകുമ്പോൾ ഒരു എക്സസൈസും ആവും, പറമ്പെല്ലാം നല്ലോണം വൃത്തിയാവുമെന്നും പറഞ്ഞിട്ട് അങ്ങനെ അങ്കിൾ ഓരോ ദിവസം ഓരോ മണിക്കൂർ വെച്ച് ചെയ്ത് കുറച്ച് വൃത്തിയാക്കി വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മളെപ്പോഴും പറയുന്നത് നമ്മൾ വൃത്തിയാക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല. ഒരു സൈഡിൽ കൂടെ അതുങ്ങൾ വീണ്ടും കിളുത്ത് തന്നെ വന്നുകൊണ്ടേ ഇരിക്കും. പിന്നെ അങ്ങനെ വിട്ടിരിക്കാൻ പറ്റിയില്ലല്ലോ. അതുകൊണ്ടാണ് കേട്ടോ നമ്മളൊന്ന് വൃത്തിയാക്കാൻ ഇറങ്ങിയത്. ആരെങ്കിലും ഒന്ന് റോഡിൽ കൂടെ പോകുമ്പോൾ കണ്ടിട്ട് ഞെട്ടണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ സത്യം പറഞ്ഞത് വൃത്തിയാക്കി തുടങ്ങിയത്. ഇത്രയൊക്കെ ചെയ്തപ്പോഴത്തേക്ക് ഞാൻ നല്ല കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ഞാൻ സൈഡായി. ഞാൻ സത്യം പറഞ്ഞാൽ മാണ്ടുപോയി കേട്ടോ. നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു. പിന്നെ വെള്ളമൊക്കെ കുടിച്ചു. പിന്നെ ഈ ഒരു സമയത്തൊക്കെ ഇഷ്ടംപോലെ വെള്ളം കുടിച്ചു, കാരണം അമ്മാതിരി കുഴഞ്ഞിട്ടുണ്ട്. പിന്നെ ഉണ്ടല്ലോ, നമ്മുടെ ഈ പറമ്പിലെല്ലാം ഈ പശുവിനെയൊക്കെ കൊണ്ടുവന്ന് കെട്ടിയിട്ട് ചാണകത്തിൻ്റെയൊക്കെ നല്ല ശല്യം ഉണ്ടായിരുന്നേ. നമ്മൾ എവിടെയൊക്കെയാണ് ചാണകം കിടക്കുന്നതെന്ന് അറിയില്ല. അങ്ങനെ ഞാൻ ചാണകത്തിനകത്ത് ഒക്കെ ചവിട്ടി അങ്ങനെ ആകപ്പാടെ ഇങ്ങനെ ഇരിക്കും. എനിക്ക് ചാണകം അലർജിയാണ് കേട്ടോ. ഒരു പ്രാവശ്യം ഞാൻ നമ്മുടെ പറമ്പിലിടാനെ കൊണ്ട് ചാണകം ഒരു വീട്ടിൽ നിന്ന് എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നല്ലോ. അന്ന് എനിക്ക് ആ സ്മെല്ലെല്ലാം കൂടെ അടിച്ചിട്ടാണ് കേട്ടോ. അന്ന് ആ ഒരു പനിയെല്ലാം കൂടെ എനിക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ചാണകം അലർജിയാണെന്ന്. സത്യാവസ്ഥയാണോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ ചാണകം അലർജി ആയിട്ടാണ് എനിക്ക് തോന്നിയത്.
എന്ത് സാധനം പോയാലും എനിക്ക് പിന്നെ അലർജി ആണല്ലോ. അപ്പോഴത്തേക്ക് പിന്നെ അത് അങ്ങനെ അലർജി. അപ്പോൾ ആ ഒരു വിഷമത്തിൽ ഞാനിങ്ങനെ നിന്നിരുന്നതാണ്. ആ ഒരു ഭാഗമൊക്കെ ഫ്രണ്ട് സൈഡിലാണ് കേട്ടോ, റോഡിൻ്റെ സൈഡൊക്കെ എത്തിയപ്പോഴത്തേക്ക് പിന്നെ നമ്മുടെ ഈ വസ്തുവിനോട് ചേർന്ന് തന്നെ കുറച്ച് വസ്തു ഗവൺമെൻറ്റിൻ്റെ ഒരു 2 സെൻറ്റിന് വേണ്ടി ആ ഒരു റൈറ്റ് സൈഡിലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗം ഏരിയ തിരിക്കണം. അങ്ങനെ നമ്മൾ നമ്മുടെ അതിരുകല്ലിൽ ഇട്ടിരിക്കുന്നിടത്തൂടെ പപ്പ ഇങ്ങനെ സ്ട്രെയിറ്റ് ചെത്തി പോയിട്ടുണ്ട്. അത് നമ്മുടെ അതിരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാനും ഇങ്ങനെ ചെത്തിയൊക്കെ എടുക്കുന്നുള്ളൂ. ഇത് നമ്മുടെ വീട്ടിലെ ചെറിയ കുന്താലിയാണ്. ഇതിന് വെയിറ്റോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് അറിയാവുന്നവർക്ക് മാത്രമേ ഈസി ആയിട്ട് ഒരുപാട് ഹാൻഡിൽ ചെയ്യാൻ പറ്റൂ. എനിക്കിതിനെപ്പറ്റി വലിയ ജ്ഞാനമില്ലാത്തത് കൊണ്ട് ഞാനിങ്ങനെ കുത്തിക്കളച്ചൊക്കെ എടുക്കുമായിരുന്നു. എന്നാൽ ഈ ഒരു ഒരു മരം ഉണ്ടല്ലോ, ആ ഒരു മരത്തിൻ്റെ പേര് സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ ഓർക്കുന്നില്ല. അവിടെ എല്ലാം നിൽക്കുന്ന ഒരുമാതിരി വട്ടയുടെ കൂട്ടുള്ള ഒരു പെരുമണം എന്ന് പറയുന്ന ഒരു മരം ഉണ്ട്. ഇത് സത്യത്തിൽ നല്ല മരം ആവുന്നതാണ്. അതിൻ്റെയൊക്കെ തൈകളൊക്കെ ഇഷ്ടംപോലെ കിളിച്ചിപ്പോണ്ടായിരുന്നു. അതോ ഇതൊക്കെ ഒരു മൂടുറപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ മാറാൻ ഭയങ്കര പാടാണ്. നമ്മൾ എത്ര വെട്ടിയാലും ഇങ്ങോട്ട് വെട്ടുകൊള്ളാൻ പാടാണ്. പപ്പയ്ക്കൊക്കെ പറ്റും, എന്നെ സംബന്ധിച്ചുള്ള കാര്യം കേട്ടോ പറഞ്ഞത്. ഞാനൊരു കുന്താലി ഇട്ട് അതിനെ ഇടിച്ച് നോക്കിയിട്ടൊന്നും പറ്റുന്നില്ല. അതെ, ഞാൻ സത്യം പറഞ്ഞാൽ വീണ്ടും ടയേർഡായി. ഞാനിങ്ങനെ പപ്പ ചെയ്യുന്നത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നേ. ഈ ഒരു സമയത്ത് മമ്മി അവിടെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. മമ്മിയിൽ രാവിലെ തൊട്ടേ തുടങ്ങിയ പണിയല്ലേ, നമുക്കൊന്നും ഇത് ശീലമില്ലല്ലോ. അതുകൊണ്ട് മമ്മിയുടെ കൈ നല്ല രീതിയിൽ കോച്ചി പിടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു മതി ചെയ്തത് അവളങ്ങാണം കുത്തിയിരിക്കാൻ പറഞ്ഞു. അങ്ങനെ മമ്മി ഒരു സൈഡിലോട്ട് മാറ്റി ഞാൻ വെച്ചേക്കുവാണ്. കുറച്ച് നേരം ചെയ്യുമ്പോഴത്തേക്ക് വലത്തെ കയ്യിൽ 2 വിരലുകളും കയറി നന്നായിട്ട് മസിൽ പിടിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ചെയ്യണ്ടെന്ന് പറഞ്ഞു. എന്നാലും പിന്നെയും കേൾക്കാതെ വീണ്ടും ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ 3-4 തെങ്ങൊക്കെ നിൽപ്പുണ്ട്. അതിനൊന്നും തടവെടുക്കേണ്ട ടൈം അല്ല എന്ന് പപ്പ ഇപ്പോൾ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല കുറച്ച് തടമൊക്കെ എടുത്തിട്ടാൽ വളമൊക്കെ നമുക്ക് കൊണ്ടിടാമല്ലോ. അപ്പോൾ പപ്പ പറഞ്ഞു ഇപ്പോഴല്ല, തടവെടുക്കുന്ന ഒരു ടൈമല്ല ഇത്, അതിന് ഇനിയും ടൈമുണ്ട്. ഏകദേശം ജൂൺ ജൂലൈ ഒക്കെ ആകുമ്പോഴത്തേക്കാണ് കേട്ടോ തടമൊക്കെ എടുത്തിട്ട് വളമൊക്കെ ഇടുന്നത്. നമ്മളങ്ങനെ പ്രോപ്പറായിട്ടൊന്നും വളമൊന്നും ഇടയായിട്ടൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എന്നാലും നല്ലോണം തേങ്ങകളൊക്കെ കിട്ടുന്നുണ്ട്. എങ്ങനെയാണെന്നൊന്നും നമുക്കറിയാമേ. ഞാൻ പറഞ്ഞില്ലേ നമ്മളിങ്ങോട്ട് വരാറില്ല, അതാണ് മെയിൻ കാരണം. അങ്ങനെ നമ്മളിത് ആ ഒരു ഏരിയ തിരിക്കുകയാണ് കേട്ടോ. നമുക്ക് അതിരുകല്ല് അവിടെയാണ് വരുന്നത്. എന്തായാലും അതൊക്കെ തപ്പി കണ്ടുപിടിച്ചൊക്കെ നമ്മൾ ആ ഒരു ഏരിയ തിരിച്ചെടുക്കുന്നുണ്ട്. ഇത്രയും നമ്മുടെ വസ്തുവാണ് കേട്ടോ, ഇതെല്ലാം നമ്മുടെ വസ്തുവാണ്. ആ സൈഡിലൊക്കെ നിൽക്കുന്ന മരങ്ങളൊക്കെ നമ്മൾ നിർത്തിയിരിക്കുകയാണ്. കുറേ കാലം നിൽക്കുമ്പോഴത്തേക്ക് ഏകദേശം കുറച്ച് വലുതാവുമല്ലോ, ആ സമയത്ത് എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നിർത്തിയാണ്. പിന്നെ ഇതിനിടയ്ക്കൂടെ പോയി മമ്മിയായിട്ട് കുറച്ച് നുണയൊക്കെ അടിക്കുന്നുണ്ട്. നമ്മൾ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ടൈമിലാണ് കേട്ടോ മമ്മിയുടെ കൈയൊക്കെ നല്ല കോച്ചി പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നേ. വീട്ടിൽ പോയിട്ട് ജ്യൂസൊക്കെ അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ഞാൻ വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് അവിടെ ഏകദേശമൊക്കെ ജോലി കഴിഞ്ഞ് മമ്മി ബീഫൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെയൊക്കെ പോയി നമ്മൾ തിരിച്ചു വന്നു. അപ്പോഴത്തേക്ക് മമ്മി വീണ്ടും അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ചെയ്യുന്നുണ്ടായിരുന്നേ. കാരണം ഇവർ ഈ പണിയെടുത്തുകൊണ്ടിരിക്കുന്നവർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. വയ്യാങ്കിലും പിന്നെയും ചെയ്തുകൊണ്ടിരിക്കും. ഇനി ഞാൻ അവിടെ നിന്ന് വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കും, മതി അമ്മീ ചെയ്യണ്ടെന്ന്. പക്ഷേ എവിടെ കേൾക്കാം, പിന്നെയും ചെയ്തുകൊണ്ടിരിക്കും. ഒരു കാര്യമായിട്ട് എടുത്ത് അത് ക്ലിയർ ചെയ്യാതെ പോകുന്നത് എങ്ങനെയാണ് എന്ന് വെച്ചിട്ടൊക്കെ ഇങ്ങനെ എന്നെ ഇതിനിടയ്ക്കൂടെ കളിയാക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ചെയ്തിട്ട് ഇച്ചിരി നേരം മാറിയിരിക്കുമ്പോഴത്തേക്ക് നിങ്ങളെ കൊണ്ടൊന്നും പറ്റത്തില്ലടേ എന്നുള്ള രീതിയിൽ എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഏകദേശം നമ്മുടെ പരിപാടിയൊക്കെ ഏകദേശമൊക്കെ ആയിക്കൊണ്ട് ഇനി താഴെ കുറച്ച് ഭാഗം കൂടെയൊക്കെ ഒന്ന് വൃത്തിയാക്കാനുണ്ടായിരുന്നു. അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. താഴെ നമ്മൾ നടക്കുന്നു തുടങ്ങി കയറുന്നു. എന്തായാലും ഭാഗ്യത്തിന് വെയിലൊന്നും ഉണ്ടായിരുന്നില്ലേ, നല്ല തണലുണ്ടായിരുന്നു. കാരണം അപ്പുറം ഇപ്പുറം എല്ലാം പിന്നെ മരങ്ങൾ, അതായത് റബ്ബറിൻ്റെ മരങ്ങൾ ഉണ്ടായതുകൊണ്ട് നല്ല തണലുണ്ടായിരുന്നു. പിന്നെ ഞാൻ വീട്ടിൽ പോയിട്ട് വന്നപ്പോഴത്തേക്ക് മമ്മി ജോലിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് മമ്മിയും കിച്ചൂസും അപ്പൂസും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൂസിനെയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവന്മാരും മമ്മിയും കൂടെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ വന്നു കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ഒക്കെ ചേർന്നിട്ടാണ് കേട്ടോ പരിപാടി പിന്നെ ചെയ്തത്. പിന്നെ വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കിച്ചൂസിന് ഭയങ്കര ആഗ്രഹം ഒന്ന് കിളയ്ക്കണമെന്ന്. അങ്ങനെ കിച്ചൂസ് അവിടെ ഇരുന്ന് കിളയ്ക്കുകയാണ് കേട്ടോ. അതൊക്കെ എടുത്ത് ആഞ്ഞ് വെട്ടുന്നുണ്ട്. അങ്ങനെ അപ്പൂസൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പൂസും മമ്മിയും കൂടെ ഒക്കെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. മമ്മി ഇങ്ങനെ ചെയ്യുന്നതിന് നമ്മളിങ്ങനെ ചെയ്യുന്നതിനൊക്കെ അപ്പൂസ് ഇങ്ങനെ അന്തം വിട്ടിരിക്കുന്നത് എന്താ ഇവിടെ സംഭവിക്കുന്നതിന്. പിന്നെ കുറച്ച് ഭാഗമൊക്കെ ഉണ്ടായിരുന്നുള്ളത് ഇത് കണ്ട് ഈ ഒരു പെരുമണത്തിൻ്റെ ആ ഒരു മൂടിളകി വരെ ഭയങ്കര പാടാട്ടോ, ഭയങ്കര ഇടങ്ങ് തറഞ്ഞിരിക്കുമായിരുന്നേ. അങ്ങനെ അതൊക്കെ നല്ല ബലമൊക്കെ ചേർത്ത് നമ്മൾ തട്ടിപ്പൊത്തിയൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ബാക്ക് സൈഡിൽ കുറച്ചുണ്ടായിരുന്നു, അതിൻ്റെ ഒന്നും ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പപ്പയും മമ്മിയും ഞാനും കൂടെ ഒക്കെ പോയി താഴെ അവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ. കുറേ ദിവസമായി നമ്മൾ വീഡിയോസുകളൊക്കെ ഇട്ടിട്ടതേ നമ്മളിനി സ്ഥിരമായിട്ട് വീഡിയോ ഒക്കെ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷം ഇതൊക്കെയാണ്. നമ്മുടെ പറമ്പിന് ആരും കണ്ടില്ല എന്ന് പറയരുത് കേട്ടോ, ഇതാണ് നമ്മുടെ പറമ്പ്. ഇതേ നല്ലൊരു ഏരിയ ആണ്. എന്തെങ്കിലും ഒരു കാലത്ത് നമുക്കൊരു വീടും കാര്യങ്ങളൊക്കെ വെക്കാം. അപ്പം നമുക്ക് വീഡിയോസിലൂടെയൊക്കെ
കാണാം. അപ്പോൾ നമ്മുടെ കുട്ടി വീഡിയോസുകളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ്. ഇത് ഏകദേശമൊക്കെ പണിയൊക്കെ കഴിഞ്ഞു. പപ്പ ആഞ്ഞു വെട്ടുന്നുണ്ട്. ചെയ്തിട്ട് തീരുന്നില്ല എന്ന് പറയുന്നത് പോലെയാണ് കേട്ടോ നമ്മുടെ അവസ്ഥ. അങ്ങനെ നമ്മളിത് താഴോട്ടും കൂടി ഒന്ന് പോയി നോക്കുകയാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ അവിടെ ഉണ്ടെന്ന്. അങ്ങനെ അതൊക്കെ ഒന്ന് നോക്കി എല്ലാമൊക്കെ ഒന്ന് സെറ്റ് ചെയ്തൊക്കെ വന്നു. ഏകദേശമൊക്കെ പണി കഴിഞ്ഞു. അതേ നമ്മൾ പോച്ചയൊക്കെ കുറേയൊക്കെ ചെത്തിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഏകദേശമൊക്കെ എന്തായാലും കുറേയൊക്കെ പണി കഴിഞ്ഞു കേട്ടോ. എന്തായാലും ഇത്രയൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബായ്.